ആ ഒരു കണ്ടീഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ ഫൈൻഡിങ് ദി റിലേഷൻ ബിറ്റ്വീൻ V0 പൊട്ടൻഷ്യൽ. V0 എന്താണെന്ന് ഡയഗ്രം നോക്കിയാൽ ഇതാണ് V0. വി ഹാവ് ടു ഫൈൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ V0 അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് പറയാം അല്ലെ. V0 എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് Vn മൈനസ് Vp അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് n region minus potential of p region, potential of n region minus potential of p region അല്ലെങ്കിൽ potential difference between these two regions, അതിനെയാണ് V0 എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു റീജിയൻസ്. അപ്പൊ അതിന്റെ റിലേഷൻ ബിറ്റ്വീൻ V0 ആൻഡ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റിലേഷൻ ബിറ്റ്വീൻ V0 ആൻഡ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ചെയ്തു. ഒരു PN ജംഗ്ഷന്റെ കേസ് പറഞ്ഞു. ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്തു. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും ക്യാൻസൽ ചെയ്തത്, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആവും. രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് സീറോ കറണ്ട്. അതാണ് അറ്റ് ഇക്വിലിബ്രിയം അല്ലെ. ഇക്വിലിബ്രിയം ആകുമ്പോൾ PN ജംഗ്ഷൻ ജോയിൻ ചെയ്യുമ്പോൾ കറണ്ട് ഒക്കെ ഫോം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും, ഡിഫ്യൂഷൻ ഉണ്ടാവും, ഡ്രിഫ്റ്റ് കൂടി വരും. പർട്ടിക്കുലർ പോയിന്റ് ആകുമ്പോൾ ഡ്രിഫ്റ്റ് കറണ്ട് വിൽ ബിക്കം ഈക്വൽ ടു ഡിഫ്യൂഷൻ കറണ്ട്. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുന്ന കേസാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതുവരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ ആ ഒരു പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. എന്താണ്? അറ്റ് ഇക്വിലിബ്രിയം ദി ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കമ്പോണൻസ് ഓഫ് ഹോൾ കറണ്ട് ക്യാൻസൽ ചെയ്തത്. ഹോൾ മാത്രമല്ല ഇലക്ട്രോൺ ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം റെഫറൻസ് ആയിട്ട് എടുക്കും, മറ്റേത് സിമിലറിൽ ഇട്ട് ചെയ്യും. അത് എല്ലാ കേസിലും അത് തന്നെയാണ്. ഒന്നീ ഹോൾ എടുക്കും അല്ലെങ്കിൽ ഇലക്ട്രോൺ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സിമിലർ ഇട്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഞാൻ ഹോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്ന റിലേഷൻ എന്താണ്? V0യും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ കിട്ടേണ്ടത്. നമ്മളെ കയ്യിലുള്ളത് ഒറ്റ കാര്യമാണ്, ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട് ക്യാൻസൽ ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ V0 ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എക്സാമിന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ ഇക്വേഷൻ നമുക്ക് അറിയാം, ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ഇത് ടോട്ടൽ ഹോൾ കറണ്ട് വിൽ ബി ദി സം ഓഫ് ഡ്രിഫ്റ്റ് കറണ്ട് ആസ് വെൽ ആസ് ഡിഫ്യൂഷൻ കറണ്ട്. അപ്പോൾ സം ഓഫ് ഡ്രിഫ്റ്റ് കറണ്ട് ഇക്വേഷൻ NQ mu e, ഇത് ജനറലി ഞാൻ പറയുന്നത് NQ mu e. അതൊക്കെ അപ്പൊ ഓർക്കുക കേട്ടോ. NQ mu e അപ്പോഴേ ഓർക്കുക. N എന്ന് വെച്ചാൽ നമ്പർ, ഇവിടെ ഇലക്ട്രോൺ ആണ് P0 ഓഫ് X varies with respect to distance. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത P0 of X, that means variation with respect to distance ആണ് ആ പറഞ്ഞത്. ഓക്കെ, അതേപോലെ NQ എന്ന് വെച്ചാൽ ഓക്കെ ചാർജ് NQ, ഇവിടെ പ്ലസ് Q തന്നെ വരും. ഹോളിന്റെ കേസാണ് NQ. mu എന്ന് വെച്ചാൽ മൊബിലിറ്റി ആണ്, മൊബിലിറ്റി ഓഫ് ഹോൾസ് എന്ന് അറിയിക്കാം. µp എന്ന് എഴുതി. ഇലക്ട്രിക് ഫീൽഡ് ആൾസോ വേരീസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, സോ EX അല്ലെ. കാര്യം ആലോചിച്ച് നോക്കിയാൽ ആ ഡിപ്ലീഷൻ റീജിയന്റെ അവിടെ നിന്ന് കൂടി രണ്ട് അറ്റത്തും സീറോ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ആൾസോ വേരീസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. അപ്പൊ അതുകൊണ്ട് അത് ഡിനോട്ട് ചെയ്തു, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഡിഫ്യൂഷന്റെ ഇക്വേഷൻ ആലോചിക്കുക. ഡിഫ്യൂഷൻ ഇക്വേഷൻ ഓഫ് ഹോൾസ് എന്താണ്? QdP × dP/dx മൈനസ് QdP. ഇവിടെ ഞാൻ അന്നും എടുത്തു പറഞ്ഞ കാര്യമാണ്. ഹോൾസ് വന്നാൽ മൈനസ് വരികയും ഇലക്ട്രോൺസ് വന്നാൽ പ്ലസ് വരികയാണ് ചെയ്യുന്നത് ഡിഫ്യൂഷന്റെ കേസിൽ. അത് വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ഒരിക്കലും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഡ്രിഫ്റ്റിന്റെ കേസിൽ കുഴപ്പമില്ല, ഇലക്ട്രോൺസ് വന്നാൽ നെഗറ്റീവും ഹോൾസ് വന്നാൽ പോസിറ്റീവാണ്. അതേപോലെ പക്ഷേ ഡിഫ്യൂഷന്റെ കേസിൽ എന്താണ്? ഹോൾസ് വരുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. മൈനസ് QdP × dP/dx. അപ്പൊ ഡിഫ്യൂഷന്റെ കാര്യം ഓർക്കുക, മൈനസ് QdP × dP/dx. അപ്പൊ ഡിഫ്യൂഷൻ ഇക്വേഷനും ഡ്രിഫ്റ്റ് ഇക്വേഷനും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രോബ്ലത്തിനായാലും നമുക്ക് ഇതേപോലെ പല ഇക്വേഷന്റെ ഡെറിവേഷൻ ആയാലും ദാറ്റ് വിൽ ആക്ട് ആസ് ദി ബേസ്. ഓക്കെ, അപ്പൊ അത് ആലോചിക്കുക. അപ്പൊ മൈനസ് QdP dP/dx. ഇത് ഡ്രിഫ്റ്റിന്റെ ഇക്വേഷൻ Q µp P0 X EX പ്ലസ് ഡിഫ്യൂഷന്റെ ഇക്വേഷൻ ആകുമ്പോൾ മൈനസ് QdP dP/dx. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? അറ്റ് ഇക്വിലിബ്രിയം ഇറ്റ് വിൽ ബി 0. ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? കാരണം നമ്മൾ പറഞ്ഞു അറ്റ് ഇക്വിലിബ്രിയം there is no net flow of current. ഒരു നെറ്റ് ഫ്ലോ ഓഫ് കറണ്ട് ഇല്ല. ഒരെണ്ണം ഇങ്ങോട്ടാണെങ്കിൽ ഇത് നമ്മൾ ഏതാണ്? ഡിഫ്യൂഷൻ ഓഫ് ഹോൾസ് ഇങ്ങോട്ടാണെങ്കിൽ ഡിഫ്യൂഷൻ ആണെങ്കിൽ ഡ്രിഫ്റ്റിന്റെ
ഫ്ലോ ഇങ്ങോട്ടാണ് അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ഈ അല്ലെങ്കിൽ ഡ്രിഫ്റ്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും. ബോത്ത് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഒരെണ്ണത്തിന്റെ ഇക്വേഷൻ പ്ലസ് അടുത്തതും കൂടെ ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ ഇതിൽ നിന്ന് ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ സെപ്പറേറ്റ് എഴുതി. ഇലക്ട്രിക് ഫീൽഡ് ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഭയങ്കര കോംപ്ലക്സ് കാൽക്കുലേഷൻ ഒന്നുമല്ല, ഡി പി ബൈ ഡി എക്സ് അവിടെ കൊണ്ടുപോയി ഡി പി ബൈ ഡി എക്സ് ഇവിടെ P0 ആണ് കേട്ടോ, ഇവിടെ ടിക്കറ്റ് പറയുവാണ്. അപ്പൊ ഡി പി 0 ഓഫ് എക്സ് ബൈ ഡി എക്സ് ആണ്. അപ്പൊ ഡി പി അപ്പുറത്ത് കൊണ്ടുപോയി ഡി പി ഇൻറ്റു ഡി പി 0 എക്സ് ബൈ ഡി എക്സ് അപ്പുറത്ത് പോയി. അപ്പൊ ഈ ടേമായി ഈ രണ്ട് ടേമുമായി. ഇനി അടുത്ത എന്താണ്? നമുക്ക് ഇ ഓഫ് എക്സ് അല്ലേ വേണ്ടത്? ഓക്കെ, അപ്പൊ ഈ ക്യൂ ആദ്യമേ 0 ആവും. ക്യൂ ആദ്യം 0 ആവും എന്ന് വെച്ചാൽ ക്യൂ ഇൻറ്റു ഈ സാധനം ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് മ്യൂ പി P0 എക്സ് ഇ എക്സ് മൈനസ് ഡി പി0 എക്സ് ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ക്യൂ അപ്പുറത്തും പോയാൽ 0 ബൈ ക്യൂ ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ക്യൂ അങ്ങ് പോകും. 0 ബൈ ക്യൂ ഇസ് ഈക്വൽ ടു 0. അപ്പൊ ആ ക്യൂ പോയി. ഇനി ബാക്കി ഈ ടേം ആണുള്ളത്. ഈ ടേമിൽ നിന്ന് ഈ ഇത് ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോ ഡി പി 0 എക്സ് ബൈ ഡി എക്സ് ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോ എന്താവും? പോസിറ്റീവ് ആവും. ഡി പി 0 ബൈ ഡി എക്സ് കിട്ടി. ഇനി ഇ ഓഫ് എക്സ് ഉണ്ട്, ഇതിന്റെ കൂടെ ഉള്ള സാധനം എല്ലാം ഡിവൈഡ് ചെയ്യണം. അപ്പം ബൈ മ്യൂ പി വരും, ബൈ മ്യൂ പി അടുത്ത P0 എക്സ് ബൈ P0 എഫ് എക്സ്. ഓക്കെ, അപ്പൊ ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ അതേപോലെ എഴുതി. ജസ്റ്റ് എന്ത് ചെയ്തു? ഇ ഓഫ് എക്സ് സെപ്പറേറ്റ് ചെയ്തു. എന്തിനാണ് ഇ ഓഫ് എക്സ് സെപ്പറേറ്റ് ചെയ്തെന്നുള്ളത് ഉടനെ മനസ്സിലാവും. കാരണം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ V0 ആണ്. V0 കോൺസെൻട്രേഷൻ ഇവിടെ കിടപ്പുണ്ട് അല്ലെ, കോൺസെൻട്രേഷൻ ഓൾറെഡി അവിടെ ഉണ്ട്. നമുക്ക് കിട്ടേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ V0 ആണ്. നമുക്കറിയാം V ഇസിക്കൽ ടു അല്ലെങ്കിൽ V0 ഇസിക്കൽ ടു അല്ലെങ്കിൽ E ഇസിക്കൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. അപ്പൊ E അറിയാമെങ്കിൽ അതിൽ നിന്ന് മൈനസ് ഡി വി ബൈ ഡി എക്സ് വെച്ച് വിയും കണ്ടുപിടിക്കാം. ആ ഒരു ഐഡിയ ആണ് നമ്മളെ മനസ്സിലുള്ളത്. ഓക്കെ, E അറിയാമെങ്കിലും V കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ഈ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയത്. നമ്മളെ കയ്യിൽ ആകെ ഉള്ള ഒരു ഇക്വേഷൻ ഇതാണ്, ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും ഈക്വൽ. അപ്പൊ എല്ലാവരും ആ ഒരു ഫ്ലോയിൽ തന്നെ ആലോചിക്കുക ഐഡിയ. അപ്പൊ ആദ്യം തന്നെ നമ്മളെ കയ്യിലുള്ളത് ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും. നമുക്ക് വേണ്ടത് ബി വെച്ചിട്ടുള്ള റിലേഷൻ ആണ്. ബി കിട്ടാൻ ഇപ്പൊ ഈ ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും നോക്കുമ്പോൾ അതിൽ ബി ഇല്ല, ആകെ ഉള്ളത് എന്താണ്? അതിൽ നിന്ന് ഇ ആണ്. അപ്പൊ ആ ഇ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് ബി കിട്ടും. കാരണം എന്താണ്? ഇ ഇസിക്കൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ് ആണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇ ഓഫ് എക്സ് സെപ്പറേറ്റ് ചെയ്തെഴുതി. ഇനി സം സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഡി പി ബൈ മ്യൂ പി ഇവിടെ ഒരുമിച്ച് എഴുതി തന്നെ കെ ടി ബൈ ക്യൂ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഡി പി ബൈ മ്യൂ പി ഇസിക്കൽ ടു കെ ടി ബൈ ക്യൂ, ഐൻസ്റ്റീൻ റിലേഷൻ. ഡി പി ബൈ മ്യൂ പി ഇസിക്കൽ ടു കെ ടി ബൈ ക്യൂ, ഐൻസ്റ്റീൻ റിലേഷൻ ആണ്. പിന്നെ അതേപോലെ ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ വിയിലോട്ട് കിട്ടണം. നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ എന്താണ്? വോൾട്ടേജും ആയിട്ടുള്ള റിലേഷൻ ആണ്. അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ വോൾട്ടേജും ആയിട്ടുള്ള റിലേഷൻ ആണ്. അപ്പോ ഇ ഓഫ് എക്സ് ഇസിക്കൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. അപ്പൊ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? മൈനസ് ഡി വി ബൈ ഡി എക്സ് ഇസിക്കൽ ടു കെ ടി ബൈ ക്യൂ 1 ബൈ P0 എക്സ് ഡി P0 എക്സ് ബൈ ഡി എക്സ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനും ഇല്ല. അപ്പൊ ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? ഇനി നമുക്ക് പറയാം എന്താണ്? രണ്ട് സ്ഥലത്തുള്ള ഡി എക്സ് ക്യാൻസൽ ചെയ്യാം. രണ്ട് സ്ഥലത്തുള്ള ഡി എക്സ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, നമ്മൾ സാധാരണ മാത്സിൽ ചെയ്യുന്നത് രണ്ട് സ്ഥലത്തുള്ളത് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് അപ്പുറത്തോട്ട് പോകുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഡി എക്സ് പോയി പിന്നെ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റിംഗ്. നമുക്ക് ബി ആണ് കിട്ടുന്നത്, ഡി വി അല്ല. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി വി ഇസിക്കൽ ടു ഇന്റഗ്രൽ ഓഫ് ഈ ഹോൾ ടേം കിട്ടും. ഇന്റഗ്രൽ ഓഫ് ഈ ഹോൾ ടേം കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ്. റൈറ്റ് സൈഡ് നോക്കി, ഇന്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ ആണ് അല്ലെ. ലെഫ്റ്റ് സൈഡ് ഈസ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജും ലെഫ്റ്റ് സൈഡ് ഈസ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷനും ആണ്. അപ്പൊ അത് വേറെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഇന്റഗ്രേഷൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. ഇവിടെ ഏത് വോൾട്ടേജ് തൊട്ടാണ് ഏത് വോൾട്ടേജ് വരെ എടുക്കുന്നത്, ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ എന്താണ്, ആ കോൺസെൻട്രേഷൻ തൊട്ട് അടുത്ത കോൺസെൻട്രേഷൻ വരെയാണ് എടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ്, ഡി വി ആണ് അവിടെ വരുന്നത്. ആൻഡ് റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു റൈറ്റ് സൈഡ് എന്താണ്? ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു
കോൺസെൻട്രേഷൻ. കാരണം എന്താണ് അവിടെ ഇന്റഗ്രൽ ഓഫ് ഡി പി ആണ് വരുന്നത്. ഡി പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ വോൾട്ടേജിന്റെ വേരിയേഷൻ അനുസരിച്ച് കോൺസെൻട്രേഷൻ എന്ത് വേരിയേഷൻ വരും അതായിരിക്കണം ലിമിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പറയാം വോൾട്ടേജിന്റെ വേരിയേഷൻ എന്ത് സംഭവിക്കുന്നു. വോൾട്ടേജിന്റെ വേരിയേഷൻ ആ ഫിഗർ ജസ്റ്റ് നോക്കാം. ഓക്കെ, വോൾട്ടേജിന്റെ വേരിയേഷൻ ഇപ്പൊ പിയിൽ നിന്ന് എൻ റീജിയനിലോട്ടാണ് എടുക്കുന്നത്. പിയിൽ നിന്ന് എൻ റീജിയനിലോട്ടാണ് എടുക്കുന്നത്. അപ്പൊ വോൾട്ടേജിന്റെ വേരിയേഷൻ വി പിയിൽ നിന്ന് വി എന്നിലോട്ട്. ക്ലിയർ ആവുന്നല്ലോ? വോൾട്ടേജിന്റെ വേരിയേഷൻ വി പിയിൽ നിന്ന് വി എന്നിലോട്ട്. വോൾട്ടേജ് ചേഞ്ചസ് ഫ്രം വി പി ടു വി എൻ. അപ്പൊ വോൾട്ടേജ് ചേഞ്ചസ് ഫ്രം വി പി ടു വി എൻ ആണ്. അറ്റ് ഇക്വിലിബ്രിയം ആണ് വി പി 0 ടു വി എൻ 0. ശരി, വി പി 0 ടു വി എൻ 0 ഇന്റഗ്രൽ ഡി വി. ശരി, KT by Q is always a constant. KT, K, Boltzmann constant, T temperature, T uniform temperature ആണ് നമ്മൾ പറയുന്നത്. And Q is charge which is always fixed 1.6 into 10 raised to minus 19 കൂളം. അപ്പൊ അതെല്ലാം ഫിക്സഡ് ആണ്. അപ്പൊ ആ ഇന്റഗ്രേഷന്റെ പുറത്തിറക്കാം. കാരണം these all are constant values. ഇനി അടുത്ത എന്താണ്? dp0 by p0 of x. അപ്പൊ നോക്കിയേ, ഞാൻ പറഞ്ഞു ഇവിടെ ഇന്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജും ഇവിടെ ഇന്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വോൾട്ടേജ് എടുത്തു. വി പി തൊട്ട് വി എൻ വരെ വോൾട്ടേജ് എടുക്കുമ്പോൾ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യണം? ആ സമയത്തുള്ള കോൺസെൻട്രേഷനും അതായത് ബി പിയുടെ അവിടെയുള്ള കോൺസെൻട്രേഷനും വി എന്നിന്റെ അവിടെയുള്ള കോൺസെൻട്രേഷനും ഇവിടെ എഴുതിയ പ്രശ്നം തീർന്നു. രണ്ട് ഇന്റഗ്രേഷൻ ആണ്. ലെഫ്റ്റ് സൈഡ് വോൾട്ടേജ് അനുസരിച്ചും റൈറ്റ് സൈഡ് കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടുമാണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി. ഇവിടെ വി പി എടുത്തപ്പോഴുള്ള കോൺസെൻട്രേഷൻ ആണ് ഈ ലോവർ ലിമിറ്റ് ആയിട്ട് എഴുതുക. ഇവിടെ അപ്പർ ലിമിറ്റ് വി എൻ 0 ആണെങ്കിൽ ഇവിടത്തെ അപ്പർ ലിമിറ്റ് ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ എഴുതുക. ക്ലിയർ ആയല്ലോ? ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ എഴുതുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു കാര്യം ഓർക്കുക, വി പി എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് പി റീജിയൻ. പൊട്ടൻഷ്യൽ അറ്റ് പി റീജിയൻ ആണല്ലോ വി പി. അറ്റ് ഇക്വിലിബ്രിയം എന്ന് അറിയിക്കാനാണ് ഒരു 0 കൊടുത്തിരിക്കുന്നത്. പൊട്ടൻഷ്യൽ അറ്റ് പി റീജിയൻ. ഈ പി പി 0യുടെ അർത്ഥം എന്താണ്? പി പി 0 എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നമ്മൾ ഹോളിന്റെ കോൺസെൻട്രേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഹോളിന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഞാൻ ജസ്റ്റ് അതൊന്ന് വരയ്ക്കാം. ജസ്റ്റ് നമ്മൾ അവിടെ ചെയ്തത് ഇത് പി റീജിയനും ഉണ്ട്, ഇത് എൻ റീജിയനും ആയിരുന്നു. ഇവിടത്തെ പൊട്ടൻഷ്യൽ ആയിരുന്നു വി പി. ഞാൻ കറക്റ്റ് ആ രീതിയിൽ വരയ്ക്കുന്നത് എങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ വെച്ച് വരയ്ക്കാം. ഇവിടത്തെ കോൺസെൻട്രേഷൻ ആയിരുന്നു വി എൻ. അപ്പൊ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ വോൾട്ടേജും റൈറ്റ് സൈഡ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഈ വി പി അതായത് പി റീജിയനിലാണ്, പി റീജിയനിലെ പൊട്ടൻഷ്യൽ ആണ് വി പി. അപ്പൊ അവിടെയുള്ള കോൺസെൻട്രേഷൻ എന്താണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ എന്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഹോൾസിനെ കുറിച്ച്. നമുക്ക് ഒന്നീ ഹോൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ എടുക്കാം. ഇവിടെ ഞാൻ ഹോൾ വെച്ച് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഹോൾ തന്നെ എടുക്കും. അപ്പോ ഹോൾസ് അറ്റ്, അപ്പൊ വി പി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഓഫ് പി റീജിയൻ. പൊട്ടൻഷ്യൽ ഓഫ് പി റീജിയൻ അല്ലേ വി പി. അപ്പോ ഹോൾ അറ്റ് പി റീജിയൻ എങ്ങനെ എഴുതാം? അപ്പോ ഹോള് പി അറ്റ് പി റീജിയൻ എന്ന് പറയാൻ പി പി, അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയാൻ പി പി 0. അതാണ് എഴുതിയത്. ഹോള് അറ്റ് പി റീജിയൻ അറ്റ് ഇക്വിലിബ്രിയം ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോ പൊട്ടൻഷ്യൽ വി പി എടുക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഹോൾ കോൺസെൻട്രേഷൻ എടുത്തു. ഇനി അടുത്ത അപ്പർ ലിമിറ്റ് നോക്കിയാൽ വി എൻ 0. വി എൻ 0 എന്ന് വെച്ചാൽ എന്താണ്? എൻ റീജിയനിലെ പൊട്ടൻഷ്യൽ അറ്റ് ഇക്വിലിബ്രിയം എന്ന് കാണിക്കാനാണ് 0 കൂടെ കിടക്കുന്നത്. പൊട്ടൻഷ്യൽ അറ്റ് എൻ റീജിയൻ ആണല്ലോ. അപ്പൊ നമുക്ക് ഹോൾ അറ്റ് എൻ റീജിയൻ എടുത്താൽ അതും പ്രശ്നം തീരുമല്ലോ. ഹോൾ അറ്റ് എൻ റീജിയൻ. അപ്പൊ ഹോള് അറ്റ് എൻ റീജിയൻ അറ്റ് ഇക്വിലിബ്രിയം പി എൻ 0. അതുകൊണ്ടാണ് ഇവിടത്തെ ലിമിറ്റ് പി പി 0യിൽ നിന്ന് പി എൻ 0ലോട്ട് വന്നത്. അതുകൊണ്ടാണ് ഇവിടത്തെ ലിമിറ്റ് പി പി 0യിൽ നിന്ന് പി എൻ 0ലോട്ട് വന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ ഇവിടത്തെ ലെഫ്റ്റ് സൈഡ് ഈസ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആൻഡ് റൈറ്റ് സൈഡ് ഈസ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടത്തെ വോൾട്ടേജ്, ഇവിടെ വോൾട്ടേജിന്റെ വേരിയേഷൻ നമുക്കറിയാം. പി റീജിയനിൽ നിന്ന് എൻ റീജിയനിലോട്ട് പോകുമ്പോൾ വോൾട്ടേജ് ചേഞ്ചസ് ഫ്രം വി പി 0 ടു ഇവിടെ കൂടി ലാസ്റ്റ് വി എൻ 0. വി പി 0 ആണ് ലോവർ ലിമിറ്റ്, വി എൻ 0 ആണ് അപ്പർ ലിമിറ്റ്. കാര്യം അറിയാം, നമുക്ക് പി ടു എൻ റീജിയൻ വരെ നമ്മൾ പോയാൽ വോൾട്ടേജ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? വി പി 0യിൽ നിന്ന് തുടങ്ങി കൂടി വി എൻ 0 വരെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതേ രീതിയിൽ വേണം കോൺസെൻട്രേഷനും കൺസിഡർ ചെയ്യാൻ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് അറ്റ് പി റീജിയനിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് അറ്റ് എൻ റീജിയൻ എഴുതി. ശരി, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പർ ലിമിറ്റ് മൈനസ് അല്ല, ഇന്റഗ്രൽ ഓഫ് ഡി വി എന്താണ്? വി. ഇന്റഗ്രൽ ഓഫ് ഡി വി എന്തായിട്ട് എഴുതാം? ഇറ്റ് ഈസ് വി. ഇന്റഗ്രേഷൻ ഓഫ് ഡി വി എന്താണ്? വി.
എന്ത് ചെയ്യുന്നു? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം. ഒരു മൈനസ് കാര്യം മറന്നു വരുന്നു. ഈ മൈനസ് ആണ്. മൈനസ് vp0 to vn0 ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ മൈനസ് vn0 മൈനസ് vp0. ശരി, അത് നമ്മൾ എഴുതി. ഇനി അടുത്ത kt/q അതേപോലെ എഴുതി. 1/x dx ഇന്റഗ്രേഷൻ എന്താണ്? log x അല്ലെ? 1/x dx ഇന്റഗ്രൽ ഓഫ് 1/x dx എന്ന് വെച്ചാൽ എന്താണ്? log x ആണ്. അപ്പൊ log ഇവിടുത്തെ x എന്താണ്? p0 of x. ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കും. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ഇവിടെ ഓൾറെഡി നേരത്തെ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ലെഫ്റ്റ് സൈഡ് അവിടെ നിൽക്കട്ടെ. റൈറ്റ് സൈഡ് ആകുമ്പോൾ kt/qന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആകുമ്പോൾ log pn0 മൈനസ് pp0. log pn0 മൈനസ് log pp0. log അപ്പർ ലിമിറ്റ് ആകുമ്പോൾ pp0 മൈനസ് ലോവർ ലിമിറ്റ് ആകുമ്പോൾ മൈനസ് log pn. സോറി, അപ്പർ ലിമിറ്റ് ആകുമ്പോൾ log pn0 മൈനസ് log pp0. ശരി, അപ്പൊ v0 ബൈ v0 ബൈ vn0 മൈനസ് vp0 അതേപോലെ എഴുതിയല്ല, ആ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്ലസ് v0 ആവും മൈനസ് vn0 ആവും. പ്ലസ് ഓക്കെ. ഇവിടെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ തിരിച്ചു കിട്ടുമെന്നേ ഉള്ളൂ. ഈ മൈനസ് കൊണ്ട് ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ നെഗറ്റീവ്. അപ്പൊ ഇവിടെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ vn0 അപ്പൊ ഇവിടെ മൈനസിന്റെ മൈനസ് പ്ലസ് ആയി. ഇനി ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്ന് വെച്ചാൽ ഇത് തിരിയും അല്ലെ? ഇപ്പൊ മൈനസ് ഓഫ് log pn0 മൈനസ് log pp0 ഉണ്ട്. മൈനസ് kt/q log pn0 മൈനസ് log pp0. ആ മൈനസ് അകത്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലോഗ് അല്ലെ, മൈനസ് ഇവിടെ വരും. മൈനസ് അകത്ത് കൊടുക്കുമ്പോൾ മൈനസ് log pn0 ആവും പ്ലസ് log pp0 ആവും. അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തിരിച്ചു ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഒരു ഫൈനൽ റിസൾട്ട്, ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ആ ഫോമിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫൈനൽ റിസൾട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്, അതുകൊണ്ടാണ്. സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടെന്ന് വെച്ചാൽ ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാം. പക്ഷേ അപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നോക്കുക, ഇത് vn0 മൈനസ് vp0 ആണെങ്കിലേ നമുക്ക് കറക്റ്റ് കിട്ടുകണ്ട. ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്ത് കിട്ടും? vp0 മൈനസ് vn0 ആയി പോകും. vp0 മൈനസ് vn0 ആയി പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ മൈനസ് v0 എന്ന് പറഞ്ഞ് എടുക്കണം. പിന്നെ മൈനസ് അപ്പുറത്തോട്ട് കൊടുത്താലും മതി. എഫക്ട് എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ vn0 മൈനസ് vp0ക്ക് പകരം ഇവിടെ vn0 മൈനസ് vp0 vp0 മൈനസ് vn0 വരും. അങ്ങനെ ആകുമ്പോൾ മൈനസ് v0 ഇത് തിരിച്ചു കിട്ടും. ഈ രീതിയിൽ കിട്ടും. ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ഫൈനൽ റിസൾട്ട് ഒരേപോലെ തന്നെ കിട്ടും. അപ്പൊ അത് ആലോചിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ മൈനസ് ഒന്നുകിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എങ്കിൽ അവസാനം ഇവിടെ ഒരു മൈനസ് v0 വരും. ആ മൈനസ് കളയാൻ വേണ്ടി പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഫോമിലോട്ടാക്കി മാറ്റും. എന്തായാലും ഇവിടെ ഒരു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അവസാനം. ഇവരിപ്പോ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് മാറ്റാൻ നിന്നില്ല, ഈ മൈനസ് കൊണ്ട് രണ്ട് സ്ഥലത്ത് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ നിൽക്കുന്നത്. എന്താണ്? ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ അവിടെ മൈനസ് വരുന്ന കേസ് ഇല്ല. അതുകൊണ്ട് ഈ മൈനസ് ഇപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? log pn0 മൈനസ് pp0 എന്തായി മാറും? log pp0 മൈനസ് log pn0. മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് ഇൻറ്റു മൾട്ടിപ്ലൈ ആകുമ്പോൾ ഇത് പോസിറ്റീവ്, log pp0 പോസിറ്റീവ് ആവും, log pn0 നെഗറ്റീവ് ആവും. ശരി, അപ്പോ ഇതെന്ത് കിട്ടും? kt/q log a മൈനസ് log b log a/b ആണ്. അപ്പോ vn0 മൈനസ് vp0 നമുക്ക് മനസ്സിലായി എന്താണ്? ഇറ്റ് ഈസ് v0 അല്ലെ? നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. നോക്കിയേ, vn0 മൈനസ് vp0 നമ്മൾ പഠിച്ചു. v0 ആണ് ആദ്യത്തെ. നോക്കിയേ, ആ ഇക്വേഷൻസ് നോക്കിയാൽ vn0 മൈനസ് vp0 v0 നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, അപ്പോ ഇക്വേഷൻ എന്തായി മാറും? v0 kt/q log pp0 ബൈ pn0. ഇത് റിലേഷൻ ഓഫ് വോൾട്ടേജ് കിട്ടി, ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ തന്നെ കിട്ടിയത്. പക്ഷേ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് ഇൻ പി റീജിയനും കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് ഇൻ എൻ റീജിയനാണ് കിട്ടിയത്. ഇനി അക്സെപ്റ്ററിന്റെയും ഡോണറിന്റെയും രീതിയിൽ എഴുതുക. അതാണ് നമ്മുടെ ഫൈനൽ ഉദ്ദേശം കേട്ടോ. അക്സെപ്റ്ററിന്റെയും ഡോണറിന്റെയും രീതിയിൽ എഴുതുക. സ്ലൈഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അക്സെപ്റ്ററും ഡോണറിന്റെയും
രീതിയിൽ എഴുതുക. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തു എന്താണ് ഒരു അക്സെപ്റ്റർ ആറ്റംസ് ആണ് പി റീജിയനിൽ. അതായത് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അക്സെപ്റ്റർ ആറ്റം ആണ് പി റീജിയനിൽ. കാരണം അക്സെപ്റ്റർ ആകുമ്പോൾ ഒരെണ്ണത്തിന്റെ കുറവുണ്ട്, ഒരെണ്ണത്തിന്റെ കുറവ്, അത് ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട് അല്ലെ. അക്സെപ്റ്റർ എന്ന് വെച്ചാൽ പിന്നെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്, ഒരു ഇലക്ട്രോണിന്റെ കുറവാണെങ്കിൽ ഒരു ഹോളാണ്. അപ്പൊ അക്സെപ്റ്റർ ആറ്റംസ് ആണ് പി സൈഡിലും എൻ സൈഡിൽ ഡോണർ ആറ്റം ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ഇപ്പോഴും. ഓക്കെ, നമുക്കറിയാം അക്സെപ്റ്റർ നേരത്തെ ഞാൻ പറഞ്ഞത് കണക്ക് ഒരു അക്സെപ്റ്റർ ആഡ് ചെയ്യുമ്പോൾ ഒരു ഹോൾ ഉണ്ടാവും, രണ്ട് അക്സെപ്റ്റർ ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഹോൾ ഉണ്ടാവും, മൂന്ന് അക്സെപ്റ്റർ. കാരണം എന്താണ് അക്സെപ്റ്റർ ആറ്റം എന്ന് വെച്ചാൽ പ്രീവിയസിന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രീവിയസ് വീഡിയോസ് സംശയമുള്ളവർ നോക്കുക. അപ്പോ ഒരു അക്സെപ്റ്റർ ആറ്റം ആഡ് ചെയ്യുമ്പോൾ അക്സെപ്റ്റർ ആറ്റം എന്ന് വെച്ചാൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു അക്സെപ്റ്റർ ആറ്റം അല്ലെ, ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു അക്സെപ്റ്റർ ആറ്റം ആണ്. അക്സെപ്റ്റർ ആറ്റം ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അക്സെപ്റ്റർ ആറ്റം ആഡ് ചെയ്യുമ്പോൾ, അക്സെപ്റ്റർ ആറ്റം എന്ന് വെച്ചാൽ എന്താണ്? ഒരെണ്ണം ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹാവിംഗ് ലാക്ക് ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പൊ അതെന്താണ്? ഇറ്റ് പ്രൊഡ്യൂസസ് എ ഹോൾ. 4 എണ്ണം ഉണ്ടെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അക്സെപ്റ്ററിന് 3 എണ്ണേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് പ്രൊഡ്യൂസസ്, അപ്പൊ ഇവിടെ ഒരു സാധനം ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ഹോൾ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പി റീജിയൻ ഫോം ചെയ്യുന്നത്. പി റീജിയൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഒരു ഹോൾ അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരെണ്ണം ആഡ് ചെയ്യുമ്പോൾ ഒരു ഹോൾ, രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ 2 ഹോൾ, മൂന്നെണ്ണം ആഡ് ചെയ്യുമ്പോൾ 3 ഹോൾ. അപ്പൊ നമ്മള് ഇവിടെ എത്ര ഹോൾ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. PP0 ഹോൾസ് ഉണ്ട്. അതായത് നമ്പർ ഓഫ് ഹോൾസ് ഇൻ പി റീജിയൻ അറ്റ് ഇക്വിലിബ്രിയം PP0 ആണ്. അപ്പൊ നമുക്കറിയാം അക്സെപ്റ്റർ എത്ര, ഒരു അക്സെപ്റ്റർ ആഡ് ചെയ്താൽ ഒരു ഹോൾ ഉണ്ടാവും, 2 അക്സെപ്റ്റർ ആഡ് ചെയ്താൽ 2 ഹോൾ ഉണ്ടാവും. അപ്പോ ഇവിടെ ഇപ്പോൾ ഉള്ളത് PP0 ഹോൾസ് ആണ്. അപ്പൊ എത്ര അക്സെപ്റ്റർ ആഡ് ചെയ്തു? N അക്സെപ്റ്റർ ആഡ് ചെയ്യുമ്പോഴാണ് PP0 ഹോൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ എന്നയുടെ വാല്യൂ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും PP0 അനുസരിച്ച്. അതായത് ഇപ്പൊ PP0 നമ്പർ ഓഫ് ഹോൾസ് 10⁻15, നമ്പർ ഓഫ് ഹോൾസിന്റെ 10⁻15 പെർ സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ എന്നയുടെ വാല്യൂ ഇസ് ആൾസോ 10⁻15 പെർ സെന്റിമീറ്റർ ക്യൂബ്. ആ രീതിയിൽ ആലോചിക്കുക. അപ്പൊ ഒരു അക്സെപ്റ്റർ ആഡ് ചെയ്താൽ ഒരു ഹോൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇപ്പൊ എത്ര, ഒരു 1000 ഹോൾ ഉണ്ടെങ്കിൽ എന്നയുടെ വാല്യൂ 1000 തന്നെ ആയിരിക്കും. ആ രീതിയിൽ എടുത്തു. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ PP0 NA. നമ്പർ ഓഫ് ഹോൾസ് ഇൻ N റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സെയിം ആസ് നമ്പർ ഓഫ് അക്സെപ്റ്റർ ആറ്റംസ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഇനി നമുക്ക് നമ്പർ ഓഫ്, അതേപോലെ അപ്പൊ പി റീജിയനിൽ അക്സെപ്റ്റർ ആഡ് ചെയ്യുമ്പോഴാണ് ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിമിലർലി N റീജിയനിൽ ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഡോണർ ആഡ് ചെയ്യുമ്പോഴാണ്. ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിൽ നിന്ന് PP0 NA കിട്ടി. അപ്പോ മാസ് ആക്ഷൻ ലോ അനുസരിച്ച് എന്താണ്? N0 P0 = NA². ഇത് നമ്മളൊരു സിംഗിൾ ഒരു പി റീജിയൻ അല്ലെങ്കിൽ N റീജിയൻ എടുത്തപ്പോൾ ഉള്ള കേസാണ് ഈ പറഞ്ഞത്. മാസ് ആക്ഷൻ ലോ അനുസരിച്ച് N0 P0 = NA². അപ്പോൾ ഇവിടെ അപ്ലൈങ് മാസ് ആക്ഷൻ ലോ ഓൺ N റീജിയനിലാണ് മാസ് ആക്ഷൻ ലോ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇത് എന്തായി മാറും? N0 പകരം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ N റീജിയൻ അറ്റ് ഇക്വിലിബ്രിയം ആവും. ഹോൾസിന് പകരം നമ്പർ ഓഫ് ഹോൾസ് ഓൺ N റീജിയൻ അറ്റ് ഇക്വിലിബ്രിയം = Ni² ആയി മാറും. കാര്യം അപ്ലൈങ് മാസ് ആക്ഷൻ ലോ ഓൺ N റീജിയൻ. മറ്റേ നമ്മൾ പി റീജിയൻ അല്ലെങ്കിൽ N റീജിയൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? Nn × Pn0 = Na² ആയി ഇക്വേഷൻ ആണ് കിട്ടിയത്. therefore അതിൽ നിന്ന് Pn0 ഇക്വേഷൻ എന്ത് കിട്ടും? Pn0 = Na²/Nn0. നമുക്ക് Nn0 എന്താണ്? Nd എന്നറിയാം. അപ്പോൾ Pn0 = Na²/Nd ആണ്. ഇതല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ V0 = kT/q log PP0/Pn0. അപ്പൊ നമ്മൾ ഇതിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? V0 = kT/q log PP0 ക്ക് എന്ത് കൊടുക്കാം? PP0 = Na. Na /Pn0. Pn0 എന്താണ്? Na²/Nd. അപ്പൊ ഡിവൈഡഡ് ബൈ Na²/Nd. ഡിവിഷൻ എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ബൈ റെസിപ്രോക്കൽ. അപ്പോ മൾട്ടിപ്ലൈങ് ബൈ Nd ഡിവൈഡഡ് ബൈ Na² എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ്
പൊട്ടൻഷ്യൽ ഇൻ ടേംസ് ഓഫ് എന്താണ് ഇക്വേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഇൻ ടേംസ് ഓഫ് അക്സെപ്റ്റർ ആൻഡ് ഡോണർ കോൺസെൻട്രേഷൻ. അപ്പൊ ഇതുവരെ വെച്ച് എഴുതണം. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ഫൈനലൈസ് ആവുന്നില്ല. ഈ ഇക്വേഷനോടൊപ്പം തന്നെ ഇൻ ടേംസ് ഓഫ് അക്സെപ്റ്ററും നമ്മൾ എഴുതണം. എന്താണ് V0 KT/Q log NA ND by NA square. This is the relation between എന്താണ് this is the relation between V0 and potential. അല്ലെങ്കിൽ പൊട്ടൻഷ്യലും കോൺസെൻട്രേഷൻ, അതായത് പൊട്ടൻഷ്യൽ V0യും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഇക്വേഷൻ ആണ് നമുക്കിവിടെ കിട്ടിയത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.